പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലെ വണ്ണപ്പുറത്താണ്. ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്ത് കാട്ടിൽ മാത്രം കാണപ്പെടുന്ന ഒരു മൂട്ടിപ്പഴം അന്വേഷിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ വണ്ണപ്പുറത്ത് വന്ന് ജെറിൻ്റെ പറമ്പിൽ ജെറിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഒരു യുവ കർഷകനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ശരിക്കും പേര് മൂട്ടിപ്പഴം. മൂട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ മൂട്ടിന്നേ കണ്ടോ താഴേന്നുണ്ടായി വരികയാണ്. ഇത് കാട്ടിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയും. പക്ഷേങ്കിൽ ഇപ്പം ജെറിൻ ഇവിടെ എല്ലാം പറമ്പ് മുഴുവനും ഇത് വെച്ചിരിക്കുകയാണ്. പലതരം ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ അദ്ദേഹത്തോട് നമുക്കത് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് ആ യുവ കർഷകനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. ജെറിൻ. ജെറിൻ. ജെറിൻ ഇപ്പം ഇതെല്ലാമാണ് കൃഷി അല്ലേ? മൂട്ടിപ്പഴമാണ് കൃഷി ചെയ്യുന്നത്. ഇതാണ് മൂട്ടിപ്പഴം എന്ന് പറയുന്ന മരം. ഇതിന്റെ സയന്റിഫിക് നെയിം വരുന്നത് ബെക്കോറിയ കോട്ടാലൻസിസ് എന്നാണ് വരുന്നത്. ഇത് വെസ്റ്റേൺ ഗട്ട്സിൽ മാത്രം കണ്ടുവരുന്ന ഒരു മരമാണ്. പിന്നെ അതുകൂടാതെ IUCN ബുക്കിന്റെ അകത്ത് ത്രെറ്റൻഡ് സ്പീഷീസ് ആയിട്ട് ലിസ്റ്റ് ചെയ്തപ്പെട്ടേക്കുന്ന ഒരു ഫ്രൂട്ടും കൂടിയാണ് മൂട്ടിപ്പഴം. ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ ഇതിന്റെ നെല്ലിക്കേനേക്കാളും വിറ്റാമിൻ C കൂടുതലുണ്ട്, മാങ്ങേനേക്കാളും കാർബോഹൈഡ്രേറ്റ് കൂടുതലുണ്ട്, ആപ്പിളിനേക്കാളും പ്രോട്ടീനും കൂടുതലുണ്ട് ഈ ഫ്രൂട്ടിന്. നമ്മൾ റിസർച്ച് ചെയ്തായിരുന്നു. KFRAയിലാണ് നമ്മൾ ഫ്രൂട്ട് റിസർച്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിന്റെ ഇപ്പൊ ഫ്രൂട്ടിന്റെ ബൈ പ്രൊഡക്റ്റും നമ്മൾ ചെയ്യുന്നുണ്ട്. സ്ക്വാഷ് ഉണ്ട്, പിക്കിളുണ്ട്, ഡ്രൈ ഫ്രൂട്ട് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ വേണേലും ഉണ്ട്. അതെ. ഇതിന് ഒന്നും വേസ്റ്റ് വരുന്നില്ല പഴത്തിന്റെ. ഫ്രൂട്ട് കാണിക്കാൻ പറയട്ടെ. ഇതാണ് ഫ്രൂട്ട്. നല്ലപോലെ പഴുത്തു വരുന്നേ ഉള്ളൂ. അതെ അതെ. നമുക്ക് ഇതിന്റെ തൊണ്ട് വരെ ഒന്നും വേസ്റ്റ് വരുന്നില്ല. ഇപ്പൊ ഒരു പഴം കഴിക്കുവാണെങ്കിൽ പൾപ്പായിട്ടിരിക്കും. തൊണ്ടിനാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസ് ഉള്ളത്. നമുക്ക് തൊണ്ട് അച്ചാറിടുകയും ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കാൻ നല്ലതാണ്, സ്ക്വാഷ് ഉണ്ടാക്കാൻ നല്ലതാണ് തൊണ്ട്. പിന്നെ പഴം നമുക്ക് കഴിക്കാം. ഇതിനകത്ത് എത്ര അല്ലിയുണ്ട്? അല്ലി 3 അല്ലി കാണും, 2 അല്ലി കാണും, 1 അല്ലി കാണും. ഒരു മരം എത്ര നാള് കഴിയുമ്പോഴാണ് കായ്ക്കുന്നത്? നമുക്ക് തൈ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-ാം വർഷം തൊട്ട് 4 തൊട്ട് 5-ാം വർഷം തൊട്ട് കായ്ക്കും. ആദ്യം ഒരു മരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു 20 കിലോ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നന്നായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു 150 കിലോ വരെ ഒരു മരത്തിൽ ഉണ്ടാവുന്നതാണ് കിലോ. ചാണകമാണോ ഇതിന്റെ? ചാണകപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഷെയ്ഡ് കുഴപ്പമില്ല. നമുക്ക് ഏത് തണലത്തും കൊണ്ടുപോയി വെച്ചാലും ഉണ്ടായി വരും. നമുക്ക് റബ്ബർ തോട്ടത്തിന്റെ ഇടയ്ക്ക് ഇടവേള കൃഷിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ മൂട്ടിപ്പഴം. ഇത് കൊണ്ട് നമുക്ക് എന്തെല്ലാം തയ്യാറാക്കാൻ പറ്റും? നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നല്ലതാണ്, സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റും, ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ജ്യൂസ്, ഇതിന്റെ പൾപ്പ് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും. കാട്ടിൽ കണ്ടുവരുന്ന ഈ മൂട്ടിപ്പഴം നിങ്ങൾ എങ്ങനെയാ ഇവിടെ നമ്മുടെ പറമ്പിലൊക്കെ കൊണ്ടുവെക്കാൻ തുടങ്ങിയത്? നമുക്കൊരു മദർ ട്രീ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ അതിന് 40 കൊല്ലം പഴക്കമുണ്ട്. ആ ഒരു ഒറ്റ മരത്തിൽ നിന്നാണ് നമ്മൾ ഇത് ഫാം മൊത്തമാക്കിയേക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഫാമിൽ ഏകദേശം ഒരു 500ഓളം മരങ്ങളുണ്ട്. കായ്ക്കുന്ന ഒരു 100 മരത്തിന് മുകളിലുണ്ട്. ഇപ്പൊ ഓരോ വർഷം കഴിയുന്തോറും പുതിയ മരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വിപണനം ആരെങ്കിലും വന്ന് വാങ്ങിക്കുമോ? വാങ്ങിക്കും. നമുക്ക് പ്രൊഡക്റ്റിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് പുറത്തുനിന്നും എല്ലായിടത്തുനിന്നും ആൾക്കാർ നമ്മുടെ ഫാമിൽ വന്ന് പഴം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും കോള് വരുന്നുണ്ട് നമുക്ക് പഴം കൊണ്ടുപോകാൻ വേണ്ടിട്ട് തന്നെ. ഓ, അത് ശരി. അതെ. നമുക്ക് ഇപ്പൊ 200 രൂപ വരെ കിലോയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ പഴത്തിന് കിലോയ്ക്ക് 1 കിലോയ്ക്ക് 200 രൂപ കിട്ടുന്നുണ്ട് അല്ലേ? ഇതിന്റെ സീസൺ എപ്പോഴാണ്? ഇത് ഡിസംബർ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ഡിസംബർ തൊട്ട് മരം പൂക്കാൻ തുടങ്ങും. ഇതിന് 2 മരമുണ്ട്, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഇത് ആൺമരത്തിന് പൂ മൊത്തം കൊഴിഞ്ഞു പോവുകയും ചെയ്യും, പെൺമരത്തിന്റെ പൂ നിന്നിട്ട് പരാഗണം നടന്നാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഒരു ജൂൺ ഒക്കെ ആകുമ്പോഴത്തേനും പഴം കഴിക്കാറാവും. അപ്പൊ 2 മരം ഒന്നിച്ചാണ് വെക്കുന്നത്? 2 മരം ഒന്നിച്ച് വേണം. നമുക്ക് അല്ലെങ്കിൽ ഒരു പറമ്പിൽ ഒരു 5 പെൺമരത്തിന് ഒരു ആൺമരം ആയാലും മതി. ഇതിപ്പോ 2 എണ്ണം വീതം എല്ലായിടവും ഞാൻ കണ്ടു. കാരണം നമുക്ക് ഇവിടെ ആൺമരങ്ങൾ കുറെ ഉണ്ട്, നട്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫാമിൽ തന്നെ എല്ലാ മരങ്ങളും ഉണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ഇതിന്റെ തൈ വേണം. അപ്പൊ ഇവിടെ തൈ ഉണ്ടോ? തൈ ഉണ്ട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മൂട്ടിപ്പഴത്തിന്റെ ഗവൺമെന്റ് ലൈസൻസ്ഡ് നഴ്സറി നമ്മുടെയാണ്. നമുക്ക് തൈ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഫാമില്. ആർക്ക് വേണേലും കൊടുക്കാറുണ്ട്. ഉണ്ട്. നമുക്ക് 200 രൂപ തൊട്ടാണ് തൈ സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 രൂപ തൊട്ട് 2000 രൂപ വരെ വിലയുള്ള തൈകളുണ്ട്. ശരി. എത്ര വർഷം കഴിയണം കായ്ക്കാൻ? 4 വർഷം എടുക്കും കായ്ക്കാൻ. 4 to 5 വർഷമാണ് കായ്ക്കാൻ ടൈം എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ തോട് വെച്ചല്ലേ സ്ക്വാഷ് ഉണ്ടാക്കുന്നത്? അതെ അതെ. ഉണ്ടാക്കിയത് ഉണ്ടോ ഇവിടെ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. ഉണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ? അച്ചാറും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും.
അപ്പോൾ മൂട്ടിപ്പഴത്തിൻ്റെ തോട് കൊണ്ടുണ്ടാക്കിയ സ്ക്വാഷാണ് അല്ലേ? കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇത് ഭയങ്കര സ്ട്രോങ് ആണെന്ന് തോന്നുന്നു അല്ലേ? 2 സ്പൂൺ. ഇതിനകത്ത് പഞ്ചസാരയും പിന്നെ എന്നാ ഉണ്ട്? ഇതിന്റെ സ്ക്വാഷ് മാത്രമേ ഉള്ളൂ, അത്രേ ഉള്ളൂ ജ്യൂസും അല്ലേ? മാത്രമേ ഉള്ളൂ. അല്ല നാരങ്ങയുടെയോ നാരങ്ങയില്ല, സിട്രിക് സിട്രസ് ആസിഡ് ഉണ്ടായിരുന്നു. ഒന്നുമില്ല. സിട്രിക് ആസിഡ് ഉണ്ട്. അതാ ഞാൻ ചോദിച്ചേ, ആസിഡ് ഉണ്ട്. സിട്രിക് ആസിഡ് ഉണ്ട് അല്ലേ? പെട്ടെന്ന് കേടായി. അതെ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യുവാണേ. കൊള്ളാം, സൂപ്പറാണ് കേട്ടോ. സ്ക്വാഷ് നമ്മൾ ഈ കൊല്ലം ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ട്രയൽ ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 3-4 ട്രയൽ അടിച്ചിട്ട് ഇതിനെ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ഇറക്കുന്നതാണ്. നല്ലൊരു ലേബലും ഒക്കെ അടിച്ച് ജെറിന്റെ പേരും നല്ല ട്രേഡ് മാർക്കൊക്കെ ആയിട്ട് ഇനി വരട്ടെ. ഇത് നമ്മൾ ഇതിന്റെ പൾപ്പും കൂടെ ഉണ്ടാക്കിയ ജ്യൂസാ. ജ്യൂസാണ്. ട്രയൽ അടിച്ചു നോക്കിയതാണ്, ഏകദേശം തീർന്നു. സാമ്പിള് കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ മാം എങ്ങനെയുണ്ടെന്ന് നോക്കിയേ. മറ്റേതിനേക്കായി സ്ട്രോങ് ആണ് ഇത്. കൊള്ളാം, നല്ല കേട്ടോ. ഇത് നല്ലതല്ലേ? ഇത് നല്ല. അപ്പൊ ഞാന് ഈ മൂട്ടിപ്പഴത്തിന്റെ സ്ക്വാഷും കഴിച്ചു, അതുപോലെ തന്നെ അതിന്റെ ജ്യൂസും. രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ്. ജ്യൂസാണ് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടപ്പെട്ടത്, സത്യം പറയാമല്ലോ. ഏതായാലും ഇത് രണ്ടും നല്ല വിപണി ഉണ്ടാകട്ടെ ഇതിന് കേട്ടോ. അപ്പം മൂട്ടിപ്പഴത്തിന്റെ 2 ഡ്രിങ്കുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് മൂട്ടിപ്പഴത്തിന്റെ അച്ചാറുണ്ട്. അതൊരു നമ്മൾ 4 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് മൂട്ടിപ്പഴത്തിന്റെ അച്ചാറ്. ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. നമുക്ക് ഇതിന്റെ സാമ്പിൾ പറഞ്ഞ് കഴിച്ചു നോക്കിയാലോ? ഇതാണോ അച്ചാറ്? ഇതാണ് അച്ചാറ്, മൂട്ടിപ്പഴത്തിന്റെ അച്ചാറ്. കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ ആയിരിക്കുന്നു അതിന്റെ മണം. ഇത് ആരുണ്ടാക്കിയതാ അന്നേരം? ഇത് നമ്മുടെ അമ്മച്ചിയും ഫാമിലി എല്ലാം കൂടെ ഉണ്ടാക്കിയതാണ്. ശരി, കുറെ ഉണ്ടാക്കിയ നിങ്ങൾ? അതെ, ചെറുത് മതി. കഴിച്ചു നോക്കി. ഇതിന് വേറെ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ തേങ്ങാ വിനാഗിരിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. സിന്തറ്റിക് വിനാഗിരി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഈ അച്ചാറിൽ. എല്ലാം നല്ല ഓർഗാനിക് ആണ്. അതെ. ഇത് കണ്ടിട്ട് നെല്ലിക്ക പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എത്ര അച്ചാറ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. മൂട്ടിപ്പഴത്തിന്റെ അച്ചാറ് സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ. നെല്ലിക്ക തോറ്റു പോകുമല്ലോ. അപ്പം ഇവിടെ വന്ന് മൂട്ടിപ്പഴത്തിന്റെ അച്ചാറ് കൂട്ടി, അതുപോലെ തന്നെ സ്ക്വാഷ്, ജ്യൂസ്, 3 ഐറ്റംസ് ഞാൻ കഴിച്ചു. എല്ലാം നല്ല, ഒന്നിനൊന്നും മെച്ചം, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ടീച്ചറെ, ഈ അച്ചാറ് കൊണ്ടുപോയോ? അയ്യോ, എനിക്ക് ഇങ്ങ് തരുവാണോ? താങ്ക് യു മോനെ, താങ്ക് യു. അപ്പൊ ജെറിനെ, ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഈ മൂട്ടിപ്പഴത്തെ കുറിച്ച് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ഞാൻ ചെന്നാൽ ഉടനെ ഇതിൻ്റെ അച്ചാർ ഉണ്ടാക്കണം, ജ്യൂസ് ഉണ്ടാക്കണം, സ്ക്വാഷ് ഉണ്ടാക്കണം എന്നൊക്കെ ഞാനും കരുതിയിരിക്കുകയാണ്. ഏതായാലും ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു മൂട്ടിപ്പഴം കാണണമെന്ന്. മൂട്ടിപ്പഴം വന്ന് കണ്ടു. മൂട് മുഴുവൻ മേളി വരെയും കാപിടിച്ച് കിടക്കുന്നത് കണ്ടില്ലേ? ഇതിൻ്റെ അച്ചാറ് കൂട്ടി, അതുപോലെ തന്നെ സ്ക്വാഷും ജ്യൂസും കഴിച്ചു. ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിരിക്കുകയാണ് നമ്മുടെ മൂട്ടിപ്പഴം. അതുകൊണ്ടാണ് ഞാൻ ഈ വണ്ണപ്പുറത്ത് വന്ന് എൻ്റെ വീഡിയോ എടുത്തത്. ഇത്രയും ഇവിടം വരെ വന്നു, വീഡിയോ എടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ജെറിൻ്റെ നമ്പർ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിരിക്കാം. അപ്പം മറക്കാതെ തുടക്കം മുതൽ, മൂട്ടിപ്പഴം കാണുമ്പോൾ മുതൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.